my dear sweeties, welcome back to my channel Aiswarya. So നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഒരു സീരീസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഒരു DIY സ്കിൻ കെയർ സീരീസ്. ആ സീരീസിൽ നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള നമ്മളൊരു ബേസിക് സ്കിൻ കെയറിൻ്റെ വീഡിയോ ആയിരുന്നു. ഞാൻ യൂസ് ചെയ്യുന്ന സ്കിൻ കെയർ ആണ്. അപ്പോൾ എനിക്ക് യൂസ് ചെയ്ത് നല്ലൊരു ചേഞ്ച് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 1-2 മാസമായിട്ടുണ്ട് അത് സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ എന്നെ അതിന് ശേഷം കണ്ടവരെല്ലാവരും പറഞ്ഞിട്ടുമുണ്ട് റിസൾട്ട് കിട്ടി എന്ന് പറയുമ്പോൾ എനിക്ക് ചേഞ്ച് കാണുന്നുണ്ട് എന്ന് പറഞ്ഞൊരു സീരീസ് ഓഫ് പ്രോഡക്റ്റ്സ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിപ്പോൾ വീണ്ടും അതിൻ്റെ ഒരു യൂസേജിൻ്റെ കറക്റ്റ് ഞാൻ എങ്ങനെയാണ് യൂസ് ചെയ്യണമെന്ന് നിങ്ങളായിട്ട് പറയാനായിട്ട് വന്നേക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കാം. ബിക്കോസ് നമ്മൾ ആ ഒരു സീരീസിന് റീച്ച് ഇത്തിരി കുറവായിരുന്നെങ്കിൽ കൂടി നല്ലൊരു റിസൾട്ട് കിട്ടും. എനിക്ക് അത്രയും ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങളടുത്ത് സംസാരിക്കാനായിട്ട് വന്നിട്ടുള്ളത്. അപ്പം ഞാൻ എങ്ങനെയാണ് യൂസ് ചെയ്യണമെന്നുള്ള ഒരു വീഡിയോ നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി, അതുകൊണ്ടാണ് വന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മുടെ ആ ഒരു പ്രോഡക്റ്റ്സ് എങ്ങനെയാണ് യൂസ് ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം. അതിന് കൂടെ തന്നെ ആ ഒരു പ്രോഡക്ട്സിൻ്റെ വീഡിയോസ് നമ്മൾ ഐക്കാർഡിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഐക്കാർഡ് നിങ്ങൾക്കിപ്പോൾ അറിയാമല്ലേ, ആ ഒരു 3 ഡോട്ട്സിലുണ്ട് ഐക്കാർഡ്. അത് പോയി ഒന്ന് നോക്കുക. ഇപ്പോൾ പുതിയ അപ്ഡേറ്റിൽ വന്ന ഒരു ചേഞ്ചാണ്. അപ്പോൾ എല്ലാവരും അത് പോയി ഒന്ന് നോക്കാനായിട്ട് ട്രൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോസ് അവിടെ കാണാനായിട്ട് പറ്റും. സോ നമുക്ക് എന്തായാലും ഈ ഒരു വീഡിയോസ് നിങ്ങൾ ഫുള്ളായിട്ട് കാണണം. കാരണം അതിൻ്റെ എങ്ങനെയാണ് യൂസേജ് അറിയാതെ യൂസ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. സോ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക്, കമൻറ്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക. എങ്കിലും ഞാൻ ഇനി ഇടാൻ പോകുന്ന സൂപ്പർ വീഡിയോസ് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടത്തുള്ളൂ. സോ വേഗം തന്നെ പോയി വീഡിയോ കണ്ടു വെക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും അറിയാമല്ലോ, നമ്മുടെ സ്കിൻ കെയർ ആണ്. അപ്പോൾ ഇതിൻ്റെ നൈറ്റ് സ്കിൻ കെയർ ആണ്. നൈറ്റിൽ ഞാൻ എങ്ങനെയാണ് സ്കിൻ കെയർ ചെയ്യണമെന്നുള്ള വീഡിയോ ആണ്. അപ്പോൾ മോർണിംഗിൽ ഞാൻ ആകെ 2 സ്റ്റെപ്പേ യൂസ് ചെയ്യാറുള്ളൂ. പിന്നെ നമ്മുടെ സൺസ്ക്രീൻ. അപ്പോൾ ഏതൊക്കെ സ്റ്റെപ്പാണ് ഞാൻ മോർണിംഗിലും നൈറ്റിലും ചെയ്യണമെന്ന് ഓരോ സ്റ്റെപ്പിലോട്ട് തന്നെ നമുക്ക് പറയാം. പിന്നെ എന്താണ്, ഇതിപ്പോൾ ഈവനിങ്ങേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ചെയ്യണത്. അപ്പോൾ ആരും ഈവനിങ്ങിൽ ഇങ്ങനെ ചെയ്യാതിരിക്കുക. ബിക്കോസ് ഒന്ന് സണ്ണൊക്കെ സെറ്റായി ഒന്ന് നൈറ്റ് ആകുമ്പോൾ മാത്രം ഈ സ്കിൻ കെയർ ചെയ്യുക. അതിൻ്റെ കാരണങ്ങളൊക്കെ ഞാൻ അത് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഓരോ പ്രൊഡക്ട്സിൻ്റെയും വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. സോ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. പിന്നെ നമ്മുടെ വിൻ്റർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു വിൻ്ററിന് പ്രത്യേകിച്ച് ഇപ്പോൾ എന്തായാലും ഞാൻ ഒരു ചേഞ്ചും എൻ്റെ സ്കിൻ കെയറിൽ വരുത്തിയിട്ടില്ല. ഈ പ്രോഡക്റ്റ്സ് എല്ലാം നമുക്ക് എല്ലാ വിൻ്ററിലും യൂസ് ചെയ്യാനായിട്ട് പറ്റും. ബിക്കോസ് സ്കിന്ന് മോയ്സ്ചറൈസ്ഡ് ആയിട്ട് തന്നെ ഇരിക്കും. എങ്കിലും നമുക്ക് കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്താം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ ക്ലെൻസറാണ്. നമുക്ക് ക്ലെൻസർ എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. ക്ലെൻസറിനായിട്ട് നമ്മുടെ സ്വന്തം ക്ലെൻസിങ് പൗഡർ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ 4-ാമത്തെ 5-ാമത്തെ പ്രാവശ്യം റീഫില്ല് ചെയ്തതാണ്. അപ്പോൾ അതാ നമ്മുടെ പൗഡർ. അപ്പോൾ അതെടുത്തതിന് ശേഷം ഇതേപോലെ ഒരു ചെറിയൊരു പാത്രം എടുത്തിട്ടുണ്ട്. നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള തന്നെ ഒരു കണ്ടെയ്നറിൽ വെച്ചേക്കാനായിട്ട് സൂക്ഷിച്ച് വയ്ക്കണം. എയർ ടൈറ്റ് ആയിട്ട് തന്നെ വെക്കണം. സോ അതാ ഇങ്ങനെ ഒരു സ്പൂൺ, ഒരു 1/2 ടേബിൾ സ്പൂണിൻ്റെ ഒരു അളവാണ്. അതിൽ ഞാൻ 1 സ്പൂണ് നമ്മുടെ പൗഡർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കഴിക്കാൻ വേണ്ടി സാധാരണ വെള്ളം എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഗ്ലാസ്സിലെടുത്ത്. അല്ലെങ്കിൽ കൈ വെച്ചിട്ട് കുറച്ച് വെള്ളം ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. സോ ഞാൻ ഇങ്ങനെ കൈ വെച്ചിട്ട് ഇത്രയും കുറച്ച് വെള്ളം എടുത്തതിന് ശേഷം കൈ വെച്ചിട്ടാണ് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു ക്രീമി കൺസിസ്റ്റൻസിയിൽ വരും കേട്ടോ. എന്നിട്ട് മുഖം ജസ്റ്റ് ഒന്ന് കഴുകിയിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു ക്ലെൻസർ ഇങ്ങനെ തന്നെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ തന്നെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വേറൊന്നും ചെയ്യേണ്ട, നമ്മളെ ഫേസ് പാക്കൊക്കെ അപ്ലൈ ചെയ്യുന്ന പോലെ അപ്ലൈ ചെയ്താൽ മതി. ഇതിൽ പറയാനെന്ന് പറയുമ്പോൾ നമുക്ക് വീക്കിലി ട്വൈസോ ത്രൈസൊക്കെ നമുക്ക് നമ്മുടെ സ്കിന്നിനനുസരിച്ചിട്ട് നമുക്ക് ഇതൊന്ന് സ്ക്രബായിട്ടും യൂസ് ചെയ്യാം. മീൻസ് അതൊന്ന് അപ്ലൈ ചെയ്തിട്ട് ഒന്ന് സ്ക്രബ് ചെയ്ത് ഇങ്ങനെ സർക്കുലർ മോഷനിൽ സ്ക്രബ് ചെയ്തിട്ട് നമുക്ക് വാഷ് ചെയ്ത് കളയാം. അല്ലെങ്കിൽ സാധാരണ ഇതേപോലെ അപ്ലൈ ചെയ്താൽ മതി. സോ ഫേസ് മൊത്തം അപ്ലൈ ചെയ്യുക. അതിനുശേഷം വെയിറ്റ് ഒന്നും ചെയ്യേണ്ട. ഒരു 1 മിനിറ്റ്, ഒരുപാടൊന്നും വേണ്ട, ഒരു 1 മിനിറ്റോ അല്ലെ അപ്ലൈ ചെയ്ത് വരുമ്പോൾ തന്നെ നമുക്ക് അത്രയും ടൈം ആവുമല്ലോ. അത്രയും ടൈം വെയിറ്റ് ചെയ്തതിന് ശേഷം ഒന്ന് വാഷ് ചെയ്ത് കളയുക. സാധാരണ വെള്ളത്തിൽ വാഷ് ചെയ്താൽ മതി. നെക്കിലും ഒന്ന് അപ്ലൈ ചെയ്യണമെങ്കിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അത്രയൊക്കെ ഉള്ളൂ. എന്നിട്ട് വാഷ് ചെയ്യാം. ഫേസ് വാഷ് ചെയ്തിട്ടുണ്ട്. വാഷ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ടവൽ വെച്ചിട്ടൊന്ന് വെള്ളമൊക്കെ അബ്സോർവ് ചെയ്തിട്ടുണ്ട്. ഒന്ന് വെയിറ്റ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് എയർ ഡ്രൈ ചെയ്യട്ടെ. കുറച്ചൊക്കെ വെള്ളം ഫേസിലുണ്ടായിരിക്കും. അത് ജസ്റ്റ് ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അത്രയും മാത്രം.
1 മിനിറ്റ് തന്നെ അത് ഡ്രൈ ആയിക്കോളും. സോ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ആ ഫേസിലുള്ള ചേഞ്ച് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ആ ഒരു ക്ലെൻസർ വെച്ചിട്ട് എന്തുമാത്രം ഡേർട്ടൊക്കെയാണ് നമ്മുടെ ഫേസിൽ നിന്ന് പോയിട്ടുള്ളതെന്ന് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. സോ നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് ആസ് യൂഷ്വൽ നമ്മുടെ ടോണറാണ്. ടോൺ ചെയ്യാൻ വേണ്ടി നമ്മുടെ ഈ ഒരു റോസ് വാട്ടർ ടോണറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മൾ വീട്ടിലുണ്ടാക്കിയ ടോണർ തന്നെയാണ്. ഒന്നിൽ ഇത് എടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ കുക്കുംബർ ടോണർ ഉണ്ടല്ലോ, എല്ലാത്തിൻ്റെ വീഡിയോയും ഐ കാർഡിലുണ്ട്. സോ ക്ലെൻസറിൻ്റെ വീഡിയോയും ഉണ്ട് ഐ കാർഡിൽ. എല്ലാം ചെക്ക് ചെയ്ത് നോക്കുക. നെക്സ്റ്റ് ഇതാ നമ്മുടെ ഈ ഒരു റോസ് വാട്ടർ ടോണർ. ഞാൻ ഈ ഒരു ബോട്ടിൽ എടുത്തതേ ഉള്ളൂ. സാധാരണ നമ്മുടെ റോസ് വാട്ടർ ടോണറാണ്. ഞാനിതിപ്പോൾ 5-ാമത്തെ 6-ാമത്തെ പ്രാവശ്യം എന്തോ റീഫില്ല് ചെയ്തതാണ്. സോ ഇതെടുത്തതിന് ശേഷം ജസ്റ്റ് ഇതൊരു സ്പ്രേ ബോട്ടിലാണ്. ഞാനിതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കും ഫേസിൽ. സ്പ്രേ ചെയ്യുമ്പോൾ നന്നായിട്ട് തന്നെ സ്പ്രേ ചെയ്യാൻ ട്രൈ ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക, അതൊന്ന് ഡ്രൈ ആവട്ടെ. ഒരുപാടായി പോയിട്ടുണ്ടെങ്കിൽ 1 മിനിറ്റ് കഴിഞ്ഞിട്ടും ഡ്രൈ ആയിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ട് ഡാബ് ചെയ്ത് ഒന്ന് അബ്സോർബ് ചെയ്യിക്കുക. അത്രേ ഉള്ളൂ. സോ അതാണ് നമ്മുടെ ഈ ഒരു സെക്കൻഡ് സ്റ്റെപ്പ്. ഇതെന്തായാലും സ്കിപ്പ് ചെയ്യാൻ പറ്റാത്ത സ്റ്റെപ്പാണ്. സോ നമ്മുടെ ഈ ഒരു ക്ലെൻസറും ടോണറും പിന്നെ നമ്മുടെ മോയ്സ്ചറൈസറും മാത്രമാണ് ഞാൻ മോർണിംഗിൽ യൂസ് ചെയ്യാറ്. ബാക്കി നമ്മുടെ സീറം നൈറ്റിൽ മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇതെൻ്റെ നൈറ്റ് സ്കിൻ കെയർ എന്ന് പറഞ്ഞത്. അപ്പോൾ വലിയ ചേഞ്ചസ് ഒന്നുമില്ല. സിറം ഒന്ന് സ്കിപ്പ് ചെയ്താൽ മാത്രം മതി മോർണിംഗിൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അതാണ് നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ്. അപ്പോൾ നമുക്ക് തേർഡ് സ്റ്റെപ്പിലോട്ട് പോവാം. തേർഡ് സ്റ്റെപ്പ് നമ്മുടെ സീറമാണ്. സോ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മുടെ സീറം വീഡിയോ എല്ലാവരും കണ്ടു കാണും. നമ്മുടെ വിറ്റാമിൻ സി സീറമാണ്. വൈറ്റമിൻ സി സീറം. അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു ബോട്ടിലാണ് സ്റ്റോർ ചെയ്യേണ്ടത്. ഇതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. വൈറ്റമിൻ സി സീറത്തിനെക്കുറിച്ചൊരു കംപ്ലീറ്റ് വീഡിയോ, മീൻസ് ഫുള്ളായിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരു നല്ലൊരു എക്സ്പ്ലെയിൻ ചെയ്ത ഒരു വീഡിയോ ആയിരുന്നു. സോ അത് കണ്ടതിന് ശേഷം മാത്രം ഇത് യൂസ് ചെയ്യുക. ഇതിൻ്റെ എല്ലാ എഫക്ട്സിനെ കുറിച്ചും അതിൽ പറഞ്ഞിട്ടുണ്ട്. സോ എല്ലാവരും ശ്രദ്ധിച്ച് തന്നെ യൂസ് ചെയ്യുക. ബിക്കോസ് നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു സീറമാണ്. സോ അത് കണ്ടതിന് ശേഷം യൂസ് ചെയ്യുക. അപ്പോൾ ഞാൻ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് നോക്കാം. ഇതൊന്ന് ഓപ്പൺ ചെയ്യുന്നുണ്ട്. അതിന് ശേഷം ഈ ഒരു ഡ്രോപ്പർ തന്നെയാണ്. അത് വെച്ചിട്ട് ഞാൻ നല്ലോണം ഷെയ്ക്ക് ചെയ്യുക. അതിന് ശേഷം ഇങ്ങനെ എടുക്കുക. ഇത്ര എടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മുടെ ഈ ഒരു നെറ്റിയിലും ഇവിടെ ഇത്ര മതി, വളരെ കുറച്ചെടുത്താൽ മതി. അതിനുശേഷം നമ്മുടെ ഈ ഒരു ഫിംഗർ ടിപ്സ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് ഡാബ് ചെയ്ത് ഫേസിൽ എല്ലായിടത്തും എത്തിച്ചു കൊടുക്കുക. സോ സീറം അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതൊന്ന് അബ്സോർബ് ആവാൻ വേണ്ടിയിട്ട് ഒരു 2 മിനിറ്റ്സ് വെയിറ്റ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോവാം. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യണം. ബിക്കോസ് നമ്മളൊന്ന് വല്ലപ്പോഴും മാത്രം ചെയ്തതുകൊണ്ട് നമുക്കൊന്നും കിട്ടാൻ പോകില്ല. ഇപ്പോൾ കുറേ ദിവസത്തിന് ശേഷം എന്നെ കണ്ട ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് നല്ലൊരു ചേഞ്ച് സ്കിന്നിന് വന്നിട്ടുണ്ടെന്ന്. ബിക്കോസ് ഞാൻ ഒരു 1-1.5 മാസം കൊണ്ട് ഈ ഒരു സ്കിൻ കെയർ ആണ് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 1.5 ഒരു 2 മാസം ആവും എന്ന് തോന്നുന്നു. അത്രയും ദിവസമായിട്ട് ഞാൻ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തന്നെ എനിക്കൊരു നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. സോ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് എൻ്റെ സ്കിൻ ഇത്ര ചേഞ്ച് ആയത് എന്നൊക്കെ ചോദിച്ചവർക്കുള്ള ഒരു ആൻസറാണ് എൻ്റെ ഈ ഒരു സ്കിൻ കെയർ. ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഫേസ് പാക്കുകളും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതായിരിക്കും കുറച്ചുകൂടെ നല്ലൊരു എഫക്റ്റീവായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ നമുക്കിതൊന്ന് അബ്സോർബ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോകാം. നെക്സ്റ്റ് നമ്മുടെ മോയ്സ്ചറൈസറാണ്. നമ്മുടെ മോയ്സ്ചറൈസർ എപ്പോഴും യൂസ് ചെയ്യണത് തന്നെയാണ്. നിവ്യയുടെ ഒരു ബോട്ടിൽ വെച്ചേക്കുന്നേ ഉള്ളൂ. നമ്മുടെ സ്വന്തം മോയ്സ്ചറൈസറാണ്. ഇതിൻ്റെ വീഡിയോ ഐ കാർഡിലുണ്ട്. സോ എല്ലാവരും ചെക്ക് ചെയ്യുക. ഇത് ജസ്റ്റ് ഒന്ന് ഫേസിൽ ഡോട്ട് ചെയ്ത് കൊടുക്കാം. മോയ്സ്ചറൈസർ നമുക്ക് വേണമെങ്കിൽ മസാജ് ചെയ്ത് കൊടുക്കാം. ബിക്കോസ് നമ്മുടെ സ്കിന്നിലോട്ട് അബ്സോർബ് ചെയ്യാനുള്ളതാണ്. എങ്കിൽ കൂടി നമ്മൾ ഒരുപാട് സ്കിന്നിൻ്റെ ഇപ്പം തന്നെ 3 സ്റ്റെപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് റീപ്ലേസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോർമലി അപ്ലൈ ചെയ്യുന്നത് പോലെ അല്ലാണ്ട് ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് സ്കിന്നിലോട്ടൊന്ന് അബ്സോർബ് ചെയ്യിക്കുക. അതായിരിക്കും നല്ലത്. ബിക്കോസ് നമ്മൾ ഇതിന് മുമ്പും സ്കിൻ കെയറിലുള്ള സ്റ്റെപ്സ് ചെയ്തേക്കാണ്. നമ്മുടെ സീറവും ടോണറും എല്ലാം ഫേസിലുണ്ട്. സോ അതൊക്കെ ഒന്ന് റീപ്ലേസ് ആവാത്ത വിധത്തിൽ, ഒന്ന് മിക്സപ്പ് ചെയ്യാത്ത വിധത്തിൽ ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് ഇങ്ങനെ കൊടുക്കാം. അപ്പോൾ
ഒരു സ്കിൻ കെയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ വന്നൊരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ചേഞ്ച് നോക്കിക്കാം. നമ്മുടെ ആ ഒരു സ്കിൻ എന്തുമാത്രം ഷൈനിങ് ആയിട്ടുണ്ടെന്ന്, എത്ര മോയ്സ്ചറൈസ്ഡ് ആണ്. സോ ഇങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ വിൻ്ററിലായാലും ഇത് മതി എങ്കിലും നമ്മുടെ ആ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിലുള്ള ആ ഒരു ഓയിലിൻ്റെയൊക്കെ ഒന്ന് അളവ് കൂട്ടി കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. നമ്മുടെ ഡ്രൈ സ്കിന്നുകാരും ഒന്ന് ഓയിലി ആയിട്ടുള്ള ക്ലെൻസേഴ്സൊക്കെ യൂസ് ചെയ്ത് തുടങ്ങുക. വാട്ടർ ബേസ്ഡ് പോയിട്ട് ഒന്ന് ഓയിൽ ബേസ്ഡിലോട്ട് വരാനായിട്ട് ട്രൈ ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ സ്കിൻ കെയർ. ഇത് മാത്രമാണ് ഞാൻ എന്നും ചെയ്യാറുള്ള എൻ്റെ സ്കിൻ കെയർ. പിന്നെ മോർണിംഗിലാണെങ്കിൽ നമ്മുടെ ആ ഒരു ക്ലെൻസർ, ടോണർ ആൻഡ് മോയ്സ്ചറൈസർ, നൈറ്റിൽ ക്ലെൻസർ, ടോണർ, സീറം ആൻഡ് മോയ്സ്ചറൈസർ. അത്രയേ ഉള്ളൂ. സോ നമ്മുടെ ഫേസ് ഇപ്പോൾ ചേഞ്ച് കണ്ടല്ലോ. ഞാൻ എങ്ങനെയാണ് ഓരോ പ്രൊഡക്ട്സും യൂസ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ പ്രൊഡക്ട്സ് എല്ലാം എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങളിനി ഓയിലി സ്കിൻകാർ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പ്രോഡക്ട്സിലൊക്കെ ഞാൻ വിറ്റാമിൻ ഇ ഓയിൽ അല്ലെങ്കിൽ വിറ്റാമിൻ ഇ ഓയിൽ തന്നെയാണ് യൂസ് ചെയ്തത്. ആ ഒരു ക്യാപ്സ്യൂളിനകത്തുള്ള ആ ഒരു ഓയിൽ അതൊന്ന് അവോയ്ഡ് ചെയ്താൽ മതി. പിന്നെ ഗ്ലിസറിൻ്റെയൊക്കെ ആ ഒരു അളവ് നിങ്ങളൊന്ന് കൺട്രോൾ ചെയ്ത് യൂസ് ചെയ്താൽ മതി. അല്ലാതെ വലിയ ചേഞ്ചൊന്നും വരുത്തേണ്ടി വരുന്നില്ല. പിന്നെ എന്താണ്, അപ്പോൾ നമ്മുടെ ക്ലെൻസറിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ഓയിലി സ്കിൻകാർ ആ ഒരു പയറുപൊടി ഒന്ന് ഒഴിവാക്കുക. നമ്മൾ ഡ്രൈ സ്കിന്നിനും നോർമൽ സ്കിന്നിനും അത് ക്ലിയർ ആയിട്ട് തന്നെ യൂസ് ചെയ്യാം. പിന്നെ നമ്മുടെ ടോണർ, സെക്കൻഡ് സ്റ്റെപ്പ് ഇസ് ടോണർ. ടോണറിൽ പറയുകയാണെങ്കിൽ 2 ടോണേഴ്സും നമ്മൾ എല്ലാ സ്കിൻ ടൈപ്പ്കാർക്കും യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഓയിലി സ്കിൻകാർ ആ ഒരു വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളിലുള്ള ഓയിൽ അങ്ങ് ഒഴിവാക്കുക. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാം, നല്ല ചേഞ്ച് കിട്ടും. ആൻഡ് നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് നമ്മുടെ സീറത്തിൽ ഞാൻ ഓയിലൊന്നും യൂസ് ചെയ്തിട്ടില്ല. ഇൻ കേസ് നിങ്ങൾക്ക് യൂസ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് യൂസ് ചെയ്യാം. ബട്ട് അത് ഞാൻ അങ്ങോട്ട് റെക്കമെൻഡ് ചെയ്യുന്നില്ല. ബിക്കോസ് ആ ഒരു കോൺസെൻട്രേഷൻ നമുക്ക് കിട്ടണം. സോ എല്ലാ സ്കിൻ ടൈപ്പ്കാർക്കും യൂസ് ചെയ്യാം. ബട്ട് അത് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ക്ലിയർ ആയിട്ട് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഓരോ വീഡിയോയിലും അത് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. മീൻസ് നമ്മുടെ സ്കിന്നിന് അത് പ്രശ്നം ഉണ്ടാക്കാതിരിക്കാൻ നമ്മൾ എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ എല്ലാവരും ആ വീഡിയോസ് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ആ ഒരു സീറത്തിനെ കുറിച്ച് പറയാനുള്ളത്. നെക്സ്റ്റ് മോയ്സ്ചറൈസറിലും ഈ പറഞ്ഞതുപോലെ തന്നെ ആ ഓയിലൊന്ന് ഒഴിവാക്കുക. പിന്നെ ഗ്ലിസറിൻ്റെ അളവൊന്ന് കുറയ്ക്കുക. അത്ര മാത്രം ചെയ്താൽ മതി. നിങ്ങൾക്ക് എല്ലാ സ്കിൻ ടൈപ്പ്കാർക്കും യൂസ് ചെയ്യാം. ഓയിലി സ്കിന്നുകാർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ ബാക്കി എല്ലാവരും ആ ഒരു സെയിം ടൈപ്പ് യൂസ് ചെയ്താൽ മതി. വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. മെയിനായിട്ടും ഡ്രൈ സ്കിന്നുകാർക്ക് നല്ലൊരു മോയ്സ്ചറൈസറാണ്. സോ എല്ലാവരും യൂസ് ചെയ്ത് നോക്കാം. ആസ് യൂഷ്വൽ നമ്മുടെ ഈ ഒരു കോമ്പിനേഷൻ സ്കിന്നുകാർക്ക് ഈ പ്രോഡക്റ്റ്സ് എല്ലാം യൂസ് ചെയ്യാം. അതിലൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും വരാൻ പോകുന്നില്ല. ബട്ട് ആ സീറത്തിൻ്റെ കാര്യം അത് ശ്രദ്ധിക്കുക. പിന്നെ എല്ലാത്തിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി ആൻഡ് കോൺസെൻട്രേഷൻ അതെല്ലാം ഒന്ന് ശ്രദ്ധിച്ച് തന്നെ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആയിരുന്നു ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ ഈ പറഞ്ഞ ഈ ഒരു ഇങ്ങനെ യൂസ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്തായാലും റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇപ്പം ഞാൻ ഈ വീഡിയോയിൽ ഫുൾ സ്റ്റെപ്പ് കാണിച്ചിട്ടുണ്ട്. അത് നമ്മൾ നൈറ്റിൽ ചെയ്യുന്നതാണ്. ഇനി നമ്മൾ മോർണിംഗിലാണെങ്കിൽ ആ ഒരു ക്ലെൻസർ, ടോണർ ആൻഡ് മോയ്സ്ചറൈസർ അത്രയും മതി. നമ്മുടെ സീറം നൈറ്റിൽ മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ. ബിക്കോസ് വിറ്റാമിൻ സി സീറമാണ്. അത് നമുക്ക് ഓക്സിഡൈസ് ആയിട്ട് കരുവാളിപ്പൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. സോ നൈറ്റിൽ മാത്രം സീറം യൂസ് ചെയ്താൽ മതി. ബാക്കിയെല്ലാം നമുക്ക് മോർണിംഗിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, യൂസ്ഫുൾ ആണെന്ന് തോന്നിയെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക്, കമൻറ്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്തേക്കുക. എങ്കിൽ മാത്രമേ നമ്മൾ ഇനി ഇടാൻ സൂപ്പർ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടത്തുള്ളൂ. സോ വീഡിയോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ റീച്ചൊക്കെ ഒന്ന് എത്തിക്കുക. മീൻസ് എങ്കിലേ എനിക്ക് വീണ്ടും വീഡിയോസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. സോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മളൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ ദിസ് ഇസ് ഐശ്വര്യ സൈനിങ് ഔട്ട്. ബൈ.